പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോ കാരണങ്ങൾ എന്നത് പരസ്യവാചകം. പ്രാർത്ഥന ദൈവാന്വേഷണമാണ്, എന്നാൽ ദൈവിക വെളിപ്പാടുമാണ് എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് പ്രാർത്ഥന. ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോഴും ജീവിക്കുവാൻ പ്രേരണ നൽകുന്ന ഒന്ന്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വേദഭാഗത്ത് ദൈവവുമായുള്ള ഉറ്റ ബന്ധം വെളിപ്പെടുത്തുന്ന മാതൃകാ പ്രാർത്ഥനയാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള പ്രാധാന്യം വ്യക്തമാക്കുകയാണ് കർത്താവ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന ദൈവത്തെ അഭിസംബോധന ചെയ്യുവാൻ പഠിപ്പിക്കുന്നതിലൂടെ ദൈവത്തിന്റെ സ്നേഹവും ഊഷ്മള ബന്ധവും ഊന്നി പറയുകയാണ് യേശുക്രിസ്തു. ദൈവത്തിന്റെ വിശുദ്ധിയും മഹത്വവും തിരിച്ചറിഞ്ഞുകൊണ്ട് നാം അവന്റെ നാമത്തെ വിശുദ്ധീകരിക്കണം എന്നത്രേ ആദ്യ ഭാഗത്ത് ഓർമ്മിപ്പിക്കുന്നത്. തുടർന്ന് നമ്മുടെ ശാരീരികവും ആത്മീകവുമായ ആവശ്യങ്ങൾക്കായുള്ള പ്രാർത്ഥനയാണ്. ദൈനംദിന ആഹാരത്തിനായും പാപക്ഷമയ്ക്കായും പ്രലോഭനങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനായും ദൈവിക ആശ്രയം അത്യാവശ്യമാണ് എന്ന് വ്യക്തമാക്കുന്നു ഇവിടെ. ദൈവവും മനുഷ്യനുമായി മാത്രമല്ല, മനുഷ്യനും തമ്മിലും ഉറ്റ ബന്ധത്തിൽ നിലനിൽക്കേണ്ടതാണ് എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്നാണ് പ്രാർത്ഥന. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൽ യജമാനന് 10,000 താലന്ത് കടംപെട്ട ഒരു ദാസനെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. അവന്റെ ദയനീയത കണ്ട് ആ യജമാനൻ അവന് കടം ഇളച്ചു കൊടുത്തു. എന്നാൽ ആ ദാസൻ പോകുന്ന വഴിയിൽ തന്നോട് കേവലം 100 വെള്ളിക്കാശ് വാങ്ങിയ ഒരു കൂട്ടുദാസനെ കാണുകയും അവനെ ദേഹോപദ്രവം ഏൽപ്പിച്ച് തടവിലാക്കുകയും ചെയ്തു. ഇതറിഞ്ഞ യജമാനൻ ആ ദുഷ്ടദാസനെ ശാസിക്കുകയും, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് ചോദിച്ച് അവൻ കടമൊക്കെയും കൊടുത്തു തീർക്കുവോളം ദണ്ഡിപ്പിക്കുന്നവരുടെ പക്കൽ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇത് പറഞ്ഞ ശേഷം കർത്താവ് ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നുവെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തോടും സഹചരോടും ഒരുപോലെ ഉറ്റ ബന്ധത്തിലായിരിക്കണം നാം പ്രവർത്തിക്കേണ്ടത്. പ്രലോഭനങ്ങളിൽ അകപ്പെടാനും പാപം ചെയ്യാനുമുള്ള സാധ്യതകൾ നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. എന്നാൽ അതിൽ നിന്നും നമ്മെ കാത്തു പരിപാലിക്കുവാൻ ദൈവത്തിന്റെ കരുതലും കാവലും അത്യാവശ്യമാണ്. ഓരോ വഴികളിലും നമ്മെ കാത്തു പരിപാലിക്കുവാൻ കൂടെയിരിക്കുന്ന ഇമ്മാനുവേലാണ് കർത്താവ്. അപരനെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവിക കരുതൽ നമുക്കും ലഭ്യമാകുമെന്ന് പറയുകയാണിവിടെ. ചെറുപ്പം മുതൽ കേട്ടു വളർന്ന ഈ കർത്തൃ പ്രാർത്ഥന ദൈവവുമായുള്ള ഊഷ്മളമായ ബന്ധത്തിലേക്കുള്ള വിളിയാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? സ്നേഹവാനായ പിതാവ് എന്ന നിലയിൽ നമ്മോട് വ്യക്തിപരമായ ബന്ധം പുലർത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവിക സ്വഭാവം വെളിപ്പെടുത്തുകയാണ് യേശു ഈ പ്രാർത്ഥനയിലൂടെ. നാം പ്രാർത്ഥിക്കുമ്പോൾ അത് വെറും ജൽപ്പനം മാത്രമായി തീരരുത്, മറിച്ച് ദൈവത്തെക്കുറിച്ചുള്ള ആഴമായ പരിജ്ഞാനത്തിലേക്കും അവനുമായുള്ള കൂടുതൽ അടുത്ത ബന്ധത്തിലേക്കും ആകർഷിക്കപ്പെടണം. ഈ വിധത്തിൽ ദൈവവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരെ വേദപുസ്തകത്തിലുടനീളം കാണാനാവും. അബ്രഹാം തന്റെ വിശ്വാസവും അനുസരണയും കൊണ്ട് ദൈവത്തോട് അടുത്ത് നിന്നയാളാണ്. തന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അവൻ യാഗപീഠം പണിത് ദൈവത്തിന് യാഗം കഴിച്ചിരുന്നതായി കാണാം. യേശു പറയുന്നു, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തു ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അതേ പ്രിയരെ, സ്നേഹോഷ്മളമായ ഒരു ദിവ്യ ബന്ധത്തിലേക്ക് കർത്താവ് നമ്മെയും വിളിക്കുന്നുണ്ട്. ആ വിളിയെ ശ്രവിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ? നമ്മുടെ പ്രാർത്ഥനകൾ ഇന്ന് എപ്രകാരമാണ്? ഒന്ന് തിരിഞ്ഞു ചിന്തിക്കാം. പലപ്പോഴും സ്വാർത്ഥ ചിന്തകളായി തീരുന്നില്ലേ നമ്മുടെ പ്രാർത്ഥനകൾ? ദൈവത്തിന് നൽകേണ്ടതായ പ്രാധാന്യം ജീവിതത്തിൽ നൽകുന്നുണ്ടോ? എന്റെ ആവശ്യങ്ങൾക്ക് മുൻപിൽ അപരന്റെ അത്യാവശ്യങ്ങളെ ഞാൻ മറന്നുപോകുന്നുവോ? പ്രിയപ്പെട്ടവരുടെ ചെറിയ തെറ്റുകളെ പോലും ക്ഷമിക്കുവാനാകാതെ പിണക്കത്തിനും കലഹത്തിനും നമ്മൾ കാരണക്കാരാകുന്നില്ലേ? നമ്മുടെ ബന്ധങ്ങൾക്ക് എവിടെയാണ് ഇഴയടുപ്പം കുറഞ്ഞു പോയത് എന്ന് ചിന്തിക്കാം. ഈ നോമ്പിന്റെ ദിനങ്ങൾ പ്രാർത്ഥനയോടെ ദൈവിക ബന്ധത്തിലും സാഹോദര്യ ബന്ധത്തിലും ദൃഢതയോടെ നിൽക്കാൻ പരിശ്രമിക്കാം. മറ്റുള്ളവരോട് ക്ഷമ കാണിക്കുന്നതിലൂടെ ദൈവിക ക്ഷമയ്ക്കും സ്നേഹത്തിനും അർഹരാകാം. ദൈവിക ബന്ധത്തിൽ വന്നുപോയ കുറവുകളെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.
സ്നേഹവാനായ പിതാവിന്റെ വത്സലപുത്രരായി നമുക്കും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാം. യിരെമ്യാ പ്രവചനത്തിലൂടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവവുമായും ഞങ്ങളുടെ സമസൃഷ്ടികളുമായും ആഴമായ ബന്ധത്തിലായിരിക്കാനും തിരുഹിതപ്രകാരം ജീവിക്കുവാനും ഞങ്ങളെ ഏവരെയും ഒരുക്കണമേ. ആമേൻ.